ഹായ് ഫ്രണ്ട്സ്, SSLC ഫിസിക്സിൻ്റെ 15ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ലാസ്റ്റ് വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്ന മറ്റേതെല്ലാം ലാമ്പുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? ടെക്സ്റ്റ് പേജ് നമ്പർ 24 എടുത്തു. അവിടെ വിവിധ തരം ഡിസ്ചാർജ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഫിഗർ 1.11 ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസെൻ്റ് ലാമ്പ്, CFL. ഇങ്ങനെ വിവിധ തരം ലാമ്പുകളുടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയാം. ലാമ്പിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പ് എന്നും സോളിഡ് സ്റ്റേറ്റ് ലൈറ്റ് എന്നും. ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പ് അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു 2, വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഹൈ വോൾട്ടേജ് ലാമ്പ് എന്നും ലോ വോൾട്ടേജ് ലാമ്പ് എന്നും. അതിൽ ഹൈ വോൾട്ടേജ് ലാമ്പിൽ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു ഹൈ പ്രഷർ മെർക്കുറി ലാമ്പ്, ഹൈ പ്രഷർ സോഡിയം ലാമ്പ്, മെറ്റൽ ഹാലൈഡ് ലാമ്പ്. ദെൻ LV ലാമ്പ് അല്ലെങ്കിൽ ലോ വോൾട്ടേജ് ലാമ്പിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ലോ പ്രഷർ സോഡിയം ലാമ്പ്, ഫ്ലൂറസെൻ്റ് ലാമ്പ്, ഇൻഡക്ഷൻ ലാമ്പ്. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. ആദ്യത്തേതിൽ സോളിഡ് സ്റ്റേറ്റ് ലൈറ്റിൽ നമുക്ക് LED ബൾബ് പറയാം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. ഇനി അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രവർത്തനമാണ് പറയുന്നത്. ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുകൾ അടക്കം ചെയ്തതാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഒരു പോസിറ്റീവും നെഗറ്റീവും ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഇവ പ്രകാശം പുറന്തള്ളുന്നത് അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൽ നടക്കുന്ന വൈദ്യുത ഡിസ്ചാർജ് വഴിയാണ്. അതിൻ്റെ അകത്ത് ഒരു വാതകം നിറക്കും. ആ വാതകത്തിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പ്രകാശം കിട്ടുന്നത്. അതിൽ നമ്മൾ ഏത് വേപ്പർ അല്ലെങ്കിൽ ഏത് ഗ്യാസ് ആണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ലൈറ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ, സോഡിയം ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സോഡിയം അതിൻ്റെ കളറ് ഓറഞ്ച് യെല്ലോ. മെർക്കുറി ആണെങ്കിൽ ഒരു ബ്ലൂയിഷ് ഗ്രീൻ ആയിരിക്കും. നിയോൺ ആണെങ്കിൽ ഓറഞ്ച് റെഡ് ആയിരിക്കും. ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് സോഡിയം വേപ്പർ ലാമ്പ് നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിൽ, ഹൈവേസിൽ, പാർക്കിൽ, റെയിൽവേ യാർഡ്സിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ദെൻ നിയോൺ ലാമ്പ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അഡ്വർടൈസിങ് പർപ്പസിൽ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണുന്നില്ലേ, റെഡ് കളറായിട്ട് കാണുന്നില്ലേ, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ലാമ്പ്സ്, ലൈൻ ടെസ്റ്റർ, നൈറ്റ് ലാമ്പ്സ്, ഇതൊക്കെ നമ്മൾ നിയോൺ ലാമ്പാണ് ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. നമുക്ക് ഇതിൽ അത്ര ഒന്നും പഠിക്കാനില്ല, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു വർക്കിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ടെക്സ്റ്റ് നോക്കാം. ദെൻ നമ്മൾ പറഞ്ഞു, ഇവ പ്രകാശം പുറന്തള്ളുന്നത് അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൽ നടക്കുന്ന വൈദ്യുത ഡിസ്ചാർജ് വഴിയാണ്. ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ്ജനില കൈവരിക്കുകയും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തും. ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ വാതക തന്മാത്രകൾ അതിൻ്റെ ഉയർന്ന ഊർജ്ജനിലയിൽ എത്തും. എന്നിട്ട് ഇത്തരം തന്മാത്രകൾ സാധാരണ ഊർജ്ജ നിലയിലെത്തി സ്ഥിരത കൈവരിക്കുമ്പോൾ, ഉയർന്ന ഊർജ്ജ നിലയിലെത്തി പിന്നീട് അവ സാധാരണ ഊർജ്ജ നിലയിലെത്തുമ്പോൾ സ്ഥിരത കൈവരിക്കുന്നു. എന്നിട്ട് വികിരണ ഊർജം പുറന്തള്ളുകയും ചെയ്യുന്നു. സ്ഥിരത കൈവരിക്കുമ്പോൾ വികിരണ ഊർജം പുറന്തള്ളുകയും ചെയ്യുന്നു. ഊർജ്ജ നിലകളിലെ വ്യത്യാസത്തിനനുസരിച്ച് വിവിധ വർണ്ണപ്രകാശങ്ങളും മറ്റു വികിരണങ്ങളും ലഭ്യമാകുന്നു.
ഇതാണ് ഒരു ഡിസ്ചാർജ് ലാമ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, പ്രവർത്തന തത്വം. ഇത് പഠിക്കണം. ദെൻ നമുക്കവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ: ഇൻകാൻഡസെന്റ് ലാമ്പുകൾക്ക് പകരം ഡിസ്ചാർജ് ലാമ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാമാണ്? എന്തെല്ലാണ്? ഇൻകാൻഡസെന്റ് ലാമ്പിൽ നമ്മൾ പറഞ്ഞു കൂടുതലായിട്ട് താപരൂപത്തിലാണ് വൈദ്യുതി നഷ്ടപ്പെടുന്നത്. സോ നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പിന് പകരം ഡിസ്ചാർജ് ലാമ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് താപരൂപത്തിലുള്ള വൈദ്യുത നഷ്ടം കുറയ്ക്കാൻ വേണ്ടി പറ്റും. ദെൻ അതിൻ്റെ ഒരു ബൾബിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ആയുസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഡിസ്ചാർജ് ലാമ്പ് ഇൻകാൻഡസെന്റിനെ അപേക്ഷിച്ചിട്ട് കൂടുതലായിരിക്കും. ദെൻ കൂടുതൽ പ്രകാശം ലഭിക്കും, വൈദ്യുതിയുടെ ഉപയോഗം കുറവായിരിക്കും. ഇത്രയാണ് നമുക്ക് ഒരു മേന്മകൾ പറയാനുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ: നിങ്ങളൊരു ബൾബ് തിരഞ്ഞെടുക്കുമ്പോൾ ഏതെല്ലാം ഘടകങ്ങളാണ് പരിഗണിക്കുന്നത്? എന്തൊക്കെ നോക്കും? അതിൻ്റെ എഫിഷ്യൻസി നോക്കും, പ്രവർത്തനക്ഷമത നോക്കും, ഊർജനഷ്ടക്കുറവ് നോക്കും, ദെൻ ഊർജ ഉപഭോഗത്തിൻ്റെ അളവ് നോക്കും, പിന്നീട് പരിസ്ഥിതി മലിനീകരണം ഇല്ല എന്ന് നോക്കും. ഇത്രയാണ് നമ്മൾ ഒരു ബൾബ് തിരഞ്ഞെടുക്കുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ: ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലാമ്പുകൾ ഏതാണ്, എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം LED ആണ്. ഫുൾ ഫോം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതാണ് നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ എത്തി നിൽക്കുന്നത്. ആദ്യം ഇൻകാൻഡസെന്റ് ലാമ്പ്, പിന്നെ കുറേ വിവിധ തരം ഡിസ്ചാർജ് ലാംപ്സ്, പിന്നെ അതിനൊക്കെ ഓരോരോ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊക്കെ നമ്മൾ മാറ്റി മാറ്റി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഏറ്റവും നല്ല ബൾബ് എന്ന് പറയുന്നത് ഏതാണ്? LED ബൾബ്. LED ബൾബിൻ്റെ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ എന്തു പറയും? LED ബൾബിൽ ഇൻകാൻഡസെന്റിനെക്കാട്ടിയും ഡിസ്ചാർജ് ലാമ്പിനെക്കാട്ടിയും കുറഞ്ഞ പവർ മതി. കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുകയും കൂടുതൽ പ്രകാശം തരുകയും ചെയ്യുന്നു. പ്രവർത്തനക്ഷമത ബാക്കിയുള്ള ബൾബുകളെ അപേക്ഷിച്ചിട്ട് കൂടുതലാണ്. എഫിഷ്യൻസി മോർ ദാൻ അതർ. ബാക്കിയുള്ളതിനെ അപേക്ഷിച്ചിട്ട് എഫിഷ്യൻ്റ് ആണ്. പ്രവർത്തനക്ഷമത കൂടുതലാണ്. ഊർജ നഷ്ടം കുറവാണ്. ദെൻ പരിസ്ഥിതി മലിനീകരണം ഇല്ല. അങ്ങനെ കുറേ പ്രത്യേകതയുണ്ട് LED ബൾബിന്. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്: ഇൻകാൻഡസെന്റ് ലാമ്പുകളെക്കാളും ഡിസ്ചാർജ് ലാമ്പുകളെക്കാളും കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുകയും കൂടുതൽ പ്രകാശം തരുകയും ചെയ്യുന്ന ഒരു പ്രകാശിക ഉപകരണമാണ് LED ബൾബ്. ഇവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? നെക്സ്റ്റ് നമുക്ക് LED ബൾബിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാനുണ്ട്. LEDയുടെ ഫുൾ ഫോം L ഫോർ ലൈറ്റ്, E എമിറ്റിംഗ് D ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ബൾബാണ് LED. ഇതിന് ഫിലമെന്റ് ഇല്ല. ഫിലമെന്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ നഷ്ടം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ മെർക്കുറി ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരമല്ല. കൂടാതെ വളരെ കുറഞ്ഞ പവർ മതി. പ്രവർത്തിക്കാൻ വളരെ കുറഞ്ഞ പവർ മതി. LED bulbs are the light of the future എന്ന് പറയാം. They do not have a filament and can give off nearly white light. While they don't produce enough light to compete with CFL lamps, they consume the least amount of heat. കുറച്ച് ഹീറ്റ് മാത്രമേ അത് കൺസ്യൂം ചെയ്യുന്നുള്ളൂ. LED ബൾബ് ഹാവ് എ വെരി ലോങ് ലൈഫ് സ്പാൻ. മറ്റുള്ളവയെ അപേക്ഷിച്ചിട്ട് ലൈഫ് സ്പാൻ കൂടുതലാണ്. ആൻഡ് സിൻസ് LED ടെക്നോളജി ഈസ് അഡ്വാൻസിങ് rapidly, they should be the light of choice for residential applications in the near future. അപ്പോൾ LED കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. LED എന്ന് വെച്ചാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ഇതിന് ഫിലമെന്റ് ഇല്ല. ഫിലമെന്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജനഷ്ടം ഉണ്ടാകുന്നില്ല. മെർക്കുറി ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരമല്ല. വളരെ കുറഞ്ഞ പവർ മതി ഇത് പ്രവർത്തിക്കാൻ. ഇത്രയും
LED ബൾബിൻ്റെ ഒരു മേന്മകളാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് നോക്കിയാൽ LED ബൾബിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിർമ്മാണം, കേടുപാടുകൾ തീർക്കൽ, പുനരുപയോഗം, സംസ്കരണം, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.